ഹായ് ഓൾ, ദിസ് ഇസ് ANJ ഫ്രം റേസ്. സോ നമ്മുടെ നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സമയം വളരെ ഇഫക്റ്റീവായി തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. നീറ്റ് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം ഇതാ: ഓൺ ട്രീറ്റ്മെന്റ് ഓഫ് 100 ml ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് COCl3 6H2O വിത്ത് എക്സസ് സിൽവർ നൈട്രേറ്റ് 1.2 into 10⁻22 ions are precipitated, then the complex is. നമ്മുടെ കോംപ്ലക്സ് ഏതാണെന്ന് നമുക്കറിയില്ല. ബട്ട് ഈ കോംപ്ലക്സ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? എക്സസ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. അപ്പോൾ എന്തൊക്കെ ഡേറ്റയാണ് തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. 100 ml ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ആണ് നമ്മുടെ കോംപ്ലക്സ്. എന്ന് വെച്ചാൽ അത് എത്ര മോൾസ് ആയിരിക്കും? 0.1 മോളാർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എടുത്തിരിക്കുന്നത് 1000 ml ആണെങ്കിൽ, 1000 മില്ലി ആണെങ്കിൽ അതിൽ 0.1 മോൾസ് ആയിരിക്കും ഉള്ളത് അല്ലെ? 0.1 മോൾസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ 100 ml എത്ര മോൾസ് ആയിരിക്കും ഉള്ളത്? 1000 ml 0.1 മോൾസ് ആണെങ്കിൽ 100 ml 0.01 മോൾസ് ആയിരിക്കും ഉള്ളത്. സോ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് 0.01 മോൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഉണ്ടാകുന്ന AgCl പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ക്ലോറൈഡ് അയോൺസ് എത്ര എണ്ണാണ്? 1.2 into 10⁻22 അയോൺസ് ആണ്. അത് എത്ര മോൾസ് ആണെന്ന് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? തന്നിരിക്കുന്നതിനെ അവോഗാഡ്രോ നമ്പർ 6.02 into 10⁻23 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്ക് കിട്ടും. സോ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ക്ലോറൈഡ് അയോൺസ് എന്ന് പറയുന്നത് 0.02 മോൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 0.01 മോൾസ് കോംപ്ലക്സ്, 0.02 മോൾസ് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ക്ലോറൈഡ് അയോൺസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനാണെങ്കിൽ 1 മോൾ കോംപ്ലക്സ് എത്ര മോൾ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും? 1 മോൾ കോംപ്ലക്സ് 2 മോൾ ക്ലോറൈഡ് അയോൺസിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ദ ആൻസർ ഇസ് 2 മോൾ ക്ലോറൈഡ് അയോൺസ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ 2 മോൾ AgCl ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ എത്ര ക്ലോറിൻ വേണം? 2 ക്ലോറിൻ വേണം. അപ്പോൾ കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ 2 ക്ലോറിൻ ഉള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് B ആണ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ B. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാ: when 1 mole of CrCl3 6H2O treated with excess of silver nitrate 3 mole of AgCl are obtained, the formula of the complex is. again സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര മോൾ AgCl ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 3 മോൾ AgCl ആണ്. മക്കളെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 3 മോൾ AgCl കിട്ടണമെങ്കിൽ ആരാണ് അയണൈസ് ചെയ്യുക? കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിലുള്ള ആളാണ് അയണൈസ് ചെയ്യുക. അപ്പോൾ കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ 3 ക്ലോറിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3 മോൾ AgCl കിട്ടൂ. അപ്പോൾ ഇവിടെ ഏത് കോംപ്ലക്സിലാണ് കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ 3 മോൾ ക്ലോറിൻ എന്ന് നോക്കുക. ദ ഓപ്ഷൻ ഡിയിൽ കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ Cl3 ആണുള്ളത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അറേഞ്ച് ദ ഫോളോയിങ് കോംപ്ലക്സസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് ദെയർ സൊല്യൂഷൻസ്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറേഞ്ച് ചെയ്യേണ്ടത്. ആരാണ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക? വെള്ളത്തിലിടുമ്പോൾ ആരാണോ ഫാസ്റ്റ് ആയിട്ട് അയണൈസ് ചെയ്യുക, ഏറ്റവും കൂടുതൽ അയണൈസ് ചെയ്യുക അല്ലെ? ഏറ്റവും കൂടുതൽ അയണൈസ് ചെയ്യുന്ന ആളായിരിക്കും ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആരായിരിക്കും ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അയണൈസ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യത്തെ കോംപ്ലക്സ് ആണോ, രണ്ടാമത്തെ കോംപ്ലക്സ് ആണോ, മൂന്നാമത്തേതാണോ, നാലാമത്തേതാണോ, ഏത് കോംപ്ലക്സ് ആണ്? കോംപ്ലക്സ് C എടുക്കുകയാണെങ്കിൽ എത്ര അയോൺസ് അവിടെ ഫോം ചെയ്യും? 3 Cl3 ഉണ്ട്, അതേപോലെ ഒരു കോംപ്ലക്സ് അയോണും ഉണ്ട്. അപ്പോൾ 3 ക്ലോറൈഡ് അയോണും ഒരു കോംപ്ലക്സ് അയോണും ചേർത്ത് 4 അയോൺസ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ അയോൺസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? കോംപ്ലക്സ് സിയിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ക്ലോറൈഡ് അയോണും ഒരു കോംപ്ലക്സ് അയോണും 3 അയോൺസ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓപ്ഷൻ സി ഏറ്റവും കൂടുതലുള്ളത്, ഓപ്ഷൻ ഡി, ദെൻ ഓപ്ഷൻ ബി. ഇവിടെ 2 അയോൺസ് ഫോം ചെയ്യും അല്ലേ? ഒരു ക്ലോറൈഡ് അയോണും ഒരു കോംപ്ലക്സ് അയോണും. അപ്പോൾ ഓപ്ഷൻ ബി, ദെൻ ലാസ്റ്റ് വൺ ഓപ്ഷൻ എ. സോ ദ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഓപ്ഷൻ എ, ദെൻ ഓപ്ഷൻ ബി, ദെൻ ഓപ്ഷൻ ഡി, ദെൻ ഓപ്ഷൻ സി. ഇവിടെ 4 അയോൺസ് ജനറേറ്റ് ചെയ്യും, 3 ക്ലോറൈഡ് അയോൺസും ഒരു കോംപ്ലക്സ് അയോണും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് കോംപ്ലക്സ് സി ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. സോറി, ദ ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ഇൻക്രീസിംഗ് ഓർഡർ. യെസ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഓസോണോലിസിസ് പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ? എന്ത് ഓസോണോലിസിസ് ആണിത്?
ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണ്. ഓക്സിഡേറ്റീവ് ഓസോണോലിസിസിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ? ഒന്നുമില്ല, നമ്മുടെ ട്രിപ്പിൾ ബോണ്ടിനെ നമ്മൾ പൊട്ടിക്കുക. ട്രിപ്പിൾ ബോണ്ടിനെ പൊട്ടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 ആസിഡ് ആയിരിക്കും. ഇവിടെ 1 2 3 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏത് ആസിഡ് ആയിരിക്കും? പ്രൊപ്പനോയിക് ആസിഡ് ആയിരിക്കും അല്ലെ. ആൻഡ് ഇവിടെ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. സോ ദാ നോക്കിയേ, ഇവിടെ പ്രൊപ്പനോയിക് ആസിഡ് ആൻഡ് ഫോമിക് ആസിഡ്, ഇതായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഓക്സിഡേറ്റീവ് ഓസോണോലിസിസ് ആണെങ്കിൽ മാത്രം ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആസിഡുകളായിരിക്കും. ഇനി റിഡക്റ്റീവ് ഓസോണോലിസിസ് ആണെങ്കിലോ, റിഡക്റ്റീവ് ഓസോണോലിസിസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡൈകീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ബെൻസീൻ റിംഗ്? ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ഇതിൽ ഒരാൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ല. അതാരാണെന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ആദ്യത്തെ നോക്കുക, ബെൻസീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഏത് ഇലക്ട്രോഫൈൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്? ഏതാണ് ഇലക്ട്രോഫൈൽ? Cl+ ആണ് ഇലക്ട്രോഫൈൽ അല്ലേ. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? Cl2ഉം AlCl3യും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? Cl+ഉം AlCl4- ജനറേറ്റ് ചെയ്യും. സോ ഇവിടുത്തെ ഇലക്ട്രോഫൈൽ Cl+ ആണ്. ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കുക, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഏതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ? അസീലിയം അയോൺ ആണ് അല്ലേ. നോക്കുക, CH3CO+ ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ. ആൻഡ് മൂന്നാമത്തെ റിയാക്ഷൻ നോക്കുക, ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല, ഇത് അഡീഷൻ റിയാക്ഷൻ ആണ് അല്ലേ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. അത് അഡീഷൻ റിയാക്ഷൻ ആണ്. ബാക്കിയുള്ളതെല്ലാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ആൻഡ് ലാസ്റ്റത്തെ റിയാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട് മക്കൾ ശ്രദ്ധിച്ചോ, സൾഫോണേഷൻ. സൾഫോണേഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ ബെൻസീനെ ഒരുപാട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരേ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്ത്? സൾഫോണേഷൻ. ദ വൺ ആൻഡ് ഓൺലി റിവേഴ്സിബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, റിവേഴ്സിബിൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്ത്? നമ്മുടെ സൾഫോണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരാം. ആൻഡ് അടുത്ത ചോദ്യം ഇതാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് കോംപ്ലക്സസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആക്ടിവിറ്റി. അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഓർഡറിൽ ഇവരെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ആരാണ് ലീസ്റ്റ് അസിഡിക്, ദെൻ അസിഡിറ്റി കൂടി വരുന്ന ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് പിക്രിക് ആസിഡ് അല്ലെ, 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ്. രണ്ടാമത്തത് അസറ്റിക് ആസിഡ് ആണ്. മൂന്നാമത്തത് കാർബോണിക് ആസിഡ് ആണ്. ആൻഡ് നാലാമത്തത് ഫിനോൾ ആണ്. നിങ്ങൾക്കറിയാം അസിഡിറ്റിയുടെ ഓർഡർ ഒരുപാട് പഠിച്ച മക്കളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ അറിയാമായിരിക്കും. ആരാണ് ഏറ്റവും അസിഡിക് എന്ന് പറയുന്നത്? പിക്രിക് ആസിഡ് ആണ് ഏറ്റവും അസിഡിക് അല്ലെ. എന്തുകൊണ്ടാണ്? നൈട്രോ ഗ്രൂപ്പ് കണ്ടോ നിങ്ങൾ? നൈട്രോ ഗ്രൂപ്പ് അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. നൈട്രോ ഗ്രൂപ്പ് എന്തൊക്കെ എഫക്റ്റുകൾ കാണിക്കും? -R എഫക്റ്റ് കാണിക്കും, -I എഫക്റ്റ് കാണിക്കും. സോ മക്കളെ ഇവിടെ എന്തൊക്കെ എഫക്റ്റ് ഉണ്ട്? -R എഫക്റ്റും ഉണ്ട്, -I എഫക്റ്റും ഉണ്ട്. -R എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർക്ക് അസിഡിറ്റി വളരെ കൂടുതലായിരിക്കും. -I ഇഫക്റ്റും കൂടി വരുമ്പോൾ അസിഡിറ്റി അഗെയിൻ കൂടുകയാണ്. സോ ഇതിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരായിരിക്കും? ഓപ്ഷൻ എ ആണ്, പിക്രിക് ആസിഡ് ആണ്. 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ്. ദെൻ അടുത്തത് അസിഡിറ്റി പിന്നെ കുറവ്. ഓക്കെ, നമുക്ക് ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് മുന്നോട്ട് പോലെ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഫീനോളിനായിരിക്കും ഏറ്റവും കുറവ്. ഫീനോളിനായിരിക്കും അസിഡിറ്റി ഏറ്റവും കുറവ്. സോ ഡി ഓപ്ഷൻ ആണ് അസിഡിറ്റി ഏറ്റവും കുറഞ്ഞ ആൾ. ഓക്കെ, യെസ്. ആൻഡ് ഇനി നിങ്ങൾക്കൊരു സംശയം വരിക, കാർബോക്സിലിക് ആസിഡ് ആണോ കാർബോണിക് ആസിഡ് ആണോ, ആർക്കാണ് അസിഡിറ്റി കൂടുതൽ എന്ന് മക്കൾക്ക് ചിലപ്പോൾ ഒരു സംശയം കാണും. യെസ്, ആ സംശയം നമുക്ക് തീർത്താലോ? യെസ്, വേഗം നോക്കുക. CH3COOH ആൻഡ് H2CO3 ഇതാണ് നമ്മുടെ രണ്ട് കോമ്പൗണ്ടുകൾ അല്ലേ. CH3COOH എങ്ങനെ ഇവരുടെ അസിഡിറ്റി നമ്മൾ കമ്പയർ ചെയ്യുക? ഇവരുടെ രണ്ടുപേരുടെയും കോൺജുഗേറ്റ് ബേസ് എടുക്കുക. കോൺജുഗേറ്റ് ബേസിൽ ആർക്കാണോ സ്റ്റെബിലിറ്റി കൂടുതൽ അയാളായിരിക്കും മോർ അസിഡിക്. സോ ആദ്യം അസിറ്റിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസിനെ കണ്ടുപിടിച്ചാലോ എന്താ ചെയ്യേണ്ടത്? H+നെ കളയണം അല്ലേ. -H+, പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക CH3COO- ആണ് അല്ലെ. ഇതാണ് നമുക്ക് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. മക്കളെ ഇവിടെ എന്താ പ്രത്യേകത? നമ്മുടെ മൈനസ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് നടക്കും അല്ലെ. അപ്പോൾ ദാ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ റെസൊണൻസ് ഉണ്ട്. റെസൊണൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ള അയോൺ ആണ്. ആൻഡ് ഇനി നമുക്ക് H2CO3 നോക്കാം, കാർബോണിക് ആസിഡ് നോക്കാം. കാർബോണിക് ആസിഡ് C ഡബിൾ ബോണ്ടോ
OH എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡിൽ നിന്ന് H+ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? C ഡബിൾ ബോണ്ടോ OH O- എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കിട്ടും, ഒരു അയോൺ കിട്ടും അല്ലേ. ഇവിടെയും എന്ത് തന്നെ ഉണ്ട്? ഇവിടെയും നമ്മുടെ നെഗറ്റീവ് ചാർജ് ഇതാ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, റെസൊണൻസ് നടത്തുന്നുണ്ട്. നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും. സോ അവിടെയും റെസൊണൻസ് കാണിക്കുന്നുണ്ട്. ഇനി ഇവരിൽ ആരായിരിക്കും മോർ സ്റ്റേബിൾ? മക്കളെ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ നമ്മുടെ ഓക്സിജന്റെ മേളിൽ ലോൺ പെയർ ഉണ്ടല്ലേ. അപ്പോൾ ഈ ലോൺ പെയറും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വീക്ക് ആയിട്ടുള്ള ഒരു റെസൊണൻസ് കൂടി അവിടെ ഉണ്ട്. സോ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് മാത്രമല്ല ഡീലോക്കലൈസ് ചെയ്യുന്നത്, റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓക്സിജന്റെ മേലുള്ള ലോൺ പെയറും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ആർക്ക് മാത്രം അവൈലബിൾ അല്ല? ഈ നെഗറ്റീവ് ചാർജിന് റെസൊണൻസ് നടത്താൻ മാത്രം അവൈലബിൾ അല്ല, പാർഷ്യാലിറ്റി കാണിക്കാൻ പറ്റില്ല അല്ലേ. അവിടെ ഓക്സിജന്റെ ലോൺ പെയറിന് കൂടി അത് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ലെസ് അവൈലബിൾ ആണ് ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഇവിടെ നെഗറ്റീവ് ചാർജ് ഇതാ ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്യുന്നു, റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ട് റെസൊണൻസിന് റെഡിലി അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജന്റെ ലോൺ പെയറിന് കൂടി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡബിൾ ബോണ്ട് പോകുന്നുണ്ട്. സോ ലെസ് അവൈലബിൾ ആയിരിക്കും ആർക്ക്? നമ്മുടെ നെഗറ്റീവ് ചാർജിന് അത് ലെസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കൂട്ടത്തിൽ ആരാണ് ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ, ഇക്കൂട്ടത്തിൽ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ഈ അയോൺ ആണ്. സ്റ്റെബിലിറ്റി കൂടുതൽ ഈ അയോണിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അസറ്റിക് ആസിഡ് ആയിരിക്കും മോർ അസിഡിക് ദാൻ കാർബോണിക് ആസിഡ്. ഓക്കെ അല്ലേ? അവരുടെ അയോൺസിന്റെ സ്റ്റെബിലിറ്റി വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ അയോൺ എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അതിന്റെ റീസണും ഞാൻ പറഞ്ഞു. അപ്പോൾ അസറ്റിക് ആസിഡ് ആണോ കാർബോണിക് ആസിഡ് ആണോ മോർ സ്റ്റേബിൾ? അസറ്റിക് ആസിഡ് ആണ്. അതിനുശേഷമാണ് കാർബോണിക് ആസിഡ്. സോ നമുക്ക് എങ്ങനെ സ്റ്റെബിലിറ്റി ഓർഡർ എഴുതാം? C then B then A. ഏറ്റവും കൂടുതൽ അസിഡിക് പിക്രിക് ആസിഡ് തന്നെ. ഓക്കെ, NO2 ഗ്രൂപ്പ് വരുന്ന -A ഇഫക്റ്റും -R ഇഫക്റ്റും കാണിക്കുന്ന NO2 ഗ്രൂപ്പ് വരുന്ന പിക്രിക് ആസിഡ് തന്നെയാണ് ഏറ്റവും അസിഡിക്. ദെൻ കാർബോക്സിലിക് ആസിഡ് ആണ്, അതിലും കുറവാണ് കാർബോണിക് ആസിഡ്. ഏറ്റവും അസിഡിറ്റി കുറവ് ഇക്കൂട്ടത്തിൽ ഫിനോളിനാണ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ A. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ അല്ലേ? DCBA. ഓക്കെ, ഓപ്ഷൻ A. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. A compound with a molecular formula C5H10O gives a positive 2,4-DNP test but a negative tolerance test. അത് വായിക്കുമ്പോൾ തന്നെ ഏകദേശം കോമ്പൗണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. നമ്മുടെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും അതിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ആൻഡ് അത് പോസിറ്റീവ് 2,4-DNP ടെസ്റ്റ് തരും. അല്ല, DNP ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് തരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അത് ആൽഡിഹൈഡ് ആകാം അല്ലെങ്കിൽ കീറ്റോൺ ആകാം എന്നുള്ള കാര്യം മക്കൾക്ക് മനസ്സിലായി. ഇനി എന്താണ് പറയുന്നത്? ടോളറൻസ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതാരാണ്? അതൊരു കീറ്റോൺ ആണ്. അത് മാത്രമല്ല, ഇതിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുമ്പോൾ, ഈ കീറ്റോൺ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ മോളിക്കുലർ ഫോർമുല ശ്രദ്ധിക്കുക. നമ്മുടെ കോമ്പൗണ്ടിൽ 5 കാർബൺ ആണുള്ളത്. ഈ കാർബോക്സിലിക് ആസിഡിൽ 3 കാർബൺ ആണുള്ളത്. ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. സോ നമുക്ക് കൺഫേം ചെയ്യാം അത് കീറ്റോൺ ആണ്. അത് ടോളറൻസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ലെസ് ആണ്. ഓക്കെ, ഫോം ചെയ്യുന്ന കാർബോക്സിലിക് ആസിഡിൽ. സോ ഞാനൊരു കീറ്റോൺ വരയ്ക്കുകയാണ്. 5 കാർബൺ ആറ്റം വരുന്ന കീറ്റോൺ വരയ്ക്കുകയാണ്. ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് O 1 2 3 4 5. യെസ്, ഡബിൾ ബോണ്ട് O വന്നു, കീറ്റോൺ വന്നു. ഇനി ഈ കീറ്റോണെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഓക്സിഡേഷൻ നടത്തുകയാണ്. ഓക്സിഡേഷൻ നടത്തി കഴിയുമ്പോൾ ഈ ബോണ്ട് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആദ്യത്തെ ആള് പ്രൊപ്പനോയിക് ആസിഡ് ആണ് അല്ലേ? ആദ്യത്തെ ആൾ അവർ പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പനോയിക് ആസിഡ് ആണ് കിട്ടാൻ പോകുന്നത്. പ്രൊപ്പനോയിക് ആസിഡ് CH3 CH2 CHO അല്ലേ? COOH ആണ് മക്കളെ. യെസ്, COOH
COOH. പ്രൊപ്പനോയിക് ആസിഡ് ആണ് കിട്ടാൻ പോകുന്നത്. പ്രൊപ്പനോയിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ആണ്, 2 ഓക്സിജൻ ആണ്, 3 പ്ലസ് 2 പ്ലസ് 1 6 ഹൈഡ്രജൻ ആണ്. C3H6O2. ഓക്കെ അല്ലേ? ഓക്സിഡേഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് ഓക്കെ അല്ലേ? യെസ്. ഇനി പറയുന്നത് അതിന്റെ പൊട്ടാഷ്യം സോൾട്ട് എടുക്കുക. ആൻഡ് പൊട്ടാഷ്യം സോൾട്ട് എന്ത് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു? കോൾസ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു. സോ ഇതിന്റെ പൊട്ടാഷ്യം സോൾട്ട് ഒന്ന് എടുത്തേ നിങ്ങൾ. CH3 CH2 COOK. ഓക്കെ, ഇതാണ് ഇതിന്റെ പൊട്ടാഷ്യം സോൾട്ട്. ഈ പൊട്ടാഷ്യം സോൾട്ട് കോൾസ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാണ്. കോൾസ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്യാണ്. പാസ് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുക? പാസ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് CH3 CH2, ഇത് ബ്രേക്ക് ആവും അല്ലേ? CH3 CH2 ഒരു റാഡിക്കൽ ഫോം ചെയ്യും. ഈ റാഡിക്കൽ ഇതേപോലെ വേറൊരു റാഡിക്കലുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. വേറൊരു റാഡിക്കലുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ 2 റാഡിക്കൽസും കൂടി കമ്പൈൻ ചെയ്ത് CH3 CH2 CH2 CH3 ആയിരിക്കും. വിച്ച് മീൻസ് ദിസ് ഇസ് ബ്യൂട്ടൈൻ അല്ലെ? ഇത് നമ്മുടെ ബ്യൂട്ടൈൻ ആണ്. ഓക്കെ ആണോ? കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മുടെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് 2,4-DNP ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് തരും. അത് ആൽഡിഹൈഡ് ആകാം, കീറ്റോൺ ആകാം. പക്ഷെ ടോളറൻസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. അതുമാത്രമല്ല, അത് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ കിട്ടുന്ന ആസിഡിലുള്ള കാർബണാറ്റം 3 കാർബണാറ്റം ആണ്. പക്ഷെ നമ്മുടെ കോമ്പൗണ്ടിൽ 5 കാർബണാറ്റം ഉണ്ട്. സോ നമുക്ക് മനസ്സിലായി അത് ആൽഡിഹൈഡ് അല്ല, കീറ്റോൺ ആണ്. സോ ഇനി ആ കീറ്റോണിൽ 5 കാർബണാറ്റം ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. സോ നമ്മൾ പെൻറ്റനോൺ വരച്ചു, 3 പെൻറ്റനോൺ വരച്ചു. ഓക്കെ, പെൻറ്റാൻ 3 ഓൺ അല്ലേ? അതാണ് ഫസ്റ്റ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ആസിഡ് ഏതാണ്? അവർ പറഞ്ഞിരിക്കുന്നത് C3H6O2 ആണ്. ആ ഫോർമുല വരുന്നത് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. പ്രൊപ്പനോയിക് ആസിഡ്. ഓക്കെ അല്ലേ? ദെൻ ഈ പ്രൊപ്പനോയിക് ആസിഡിന്റെ പൊട്ടാഷ്യം സോൾട്ട് നമ്മൾ എടുക്കുന്നു. അതിനെ കോൾസ് റിയാക്ഷൻ നടത്തുന്നു. കോൾസ് റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. സോ ദ ആൻസർ ഈസ് pentan 3 on propanoic acid and butane. So the answer is option A. Clear അല്ലേ? യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. എന്തായാലും ഒരുപാട് വർഷം നീറ്റിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. വളരെ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് നീറ്റ് എക്സാം എഴുതുക. ഈ വർഷം തന്നെ നീറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.